നമ്മളിപ്പോ നിലവിലെ അന്വേഷണം നമുക്ക് തൃപ്തികരമാണോ? വേറെ ഏതെങ്കിലും ഒരു ഏജൻസി എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? തൃപ്തികരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 പേരെ കിട്ടിയെന്ന് പറഞ്ഞു. 18 പേരെ പിടിച്ചു. അവർക്കുള്ള വകുപ്പുകൾ നമ്മൾ അന്വേഷിച്ചപ്പോഴേ വകുപ്പുകൾ ദുർബലമായ വകുപ്പുകളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഉദ്യോഗസ്ഥൻ പറയുന്നത് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചോദ്യം ചെയ്യില്ല. നല്ല ശക്തമായ വകുപ്പുകൾ തന്നെ ചേർത്തിട്ട് എല്ലാവരും നല്ല നീതി നടപ്പാക്കുമെന്ന് പറയുന്നു. തൃപ്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ നല്ലൊരു രീതി കൂടെ ആയിരിക്കും അവർ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ കൊണ്ടുപോകും. അവരെ കുറ്റം ചെയ്തത് അവരെ പാർട്ടിക്കാരാ, ഭരിക്കുന്നത് അവരെ പാർട്ടിക്കാരാ. അങ്ങനെ പോകുമ്പോൾ ഉദ്യോഗസ്ഥൻ നല്ലൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അവർ നല്ല ട്രാക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തോന്നുമ്പോൾ അവരത് കറക്റ്റായിട്ട് ഒന്നുകിൽ ഉദ്യോഗസ്ഥൻ അങ്ങ് മാറ്റും. സംഭവം നമുക്ക് മുമ്പുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന അറിയാം. എന്തെല്ലാം കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു കേസ് ഞാൻ എടുത്ത് പറയുന്നില്ല. ഉദ്യോഗസ്ഥന് മാറ്റും അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടും എന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ പോയിട്ട് അതിന്റെ തെളിവുകളും കാര്യങ്ങളും പോകുന്നതിന് മുമ്പ് നോക്കാം. വേറൊരു കേന്ദ്ര ഇതോ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട്. ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതെന്താണോ നോക്കട്ടെ. അപ്പൊ ഈ ഒരു അന്വേഷണത്തിന് തൃപ്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഞാനിപ്പോ ഇതുവരെയും പരാതിയൊന്നുമില്ല. കാര്യം വെച്ചാൽ ഇതങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത് നല്ലൊരു ട്രാക്കിൽ പോവില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. പോകുന്നു എന്ന് തോന്നുമ്പോൾ അട്ടിമറിക്കും, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ മാറും, ഇല്ലെങ്കിൽ സ്ഥലം മാറും. അത് ഉറപ്പായിട്ടും ഉണ്ടാവും, ഒരെണ്ണം ഉണ്ടാവും. അതുകൊണ്ട് അന്വേഷണം എനിക്ക് ഈ രീതിയിൽ പോയാൽ അപ്പം മതിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറെ അന്വേഷണം. അതെ നോക്കട്ടെ. എല്ലാ ചാർജ് ഷീറ്റും ഇത്ര പേരെ ചോദ്യം ചെയ്തിട്ട് എന്താണ് വകുപ്പുകൾ കാര്യങ്ങൾ എന്നിട്ട് നോക്കട്ടെ. ആരൊക്കെ ലൂപ്പുകളാണെങ്കിൽ 18 പേരെ അല്ല 150 പേരെ പിടിച്ചിട്ടും കാര്യമില്ല. അവരെ എന്നിട്ട് അവർക്ക് ജാമ്യം എടുത്തിട്ട് അവരങ്ങ് പോയിക്കോളും. പിന്നെ അവരെ കേസ് അവരെ പാർട്ടിക്കാർ പറഞ്ഞോളും. അപ്പൊ എന്റെ കേസ് ഞാൻ ഒറ്റയ്ക്ക് നോക്കണം. അപ്പൊ വെറുതെ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നത്? അപ്പൊ എനിക്കും പോകുന്ന ഒരു നല്ല ട്രാക്കിൽ കൂടെ എനിക്കും പോകണം. അതുകൊണ്ടാണ്.